മലപ്പുറം കാളികാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നത് കടുവയെന്ന് നാട്ടുകാർ. കടുവയെ മയക്കുവെടി വെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. മരിച്ച ഗഫൂറും സുഹൃത്തും ടാപ്പിംഗ് ചെയ്യുന്നതിനിടെയാണ് വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത്. കാളികാവ് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഹലോ, ഞാൻ ഒരു 3-4 മാസം മുന്നേ, ഇപ്പം 3 മാസമായിട്ടുള്ള വെട്ട് നിർത്തി 3 മാസം ആവണുള്ളൂ. അപ്പോൾ ഒരു മാസം മുന്നേ ഞങ്ങൾ ഇവിടുന്ന് കയറി രണ്ടാളിൻ്റെ തുണക്കാരൻ ഉണ്ട്, രണ്ടാളുണ്ട്. കയറി പോകുമ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ കയറി ഒരു വണ്ടി നിർത്തി അവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്ന് വെട്ട് തുടങ്ങി 2 ലൈൻ വെട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞു എന്നോട് ഒരു പുലിനെ കടുവനെ കണ്ടു പറഞ്ഞു. നോണ പറയത് സത്യം പറയണതാണ്. തിരിച്ചു വന്നപ്പോൾ അയാൾ പാല് വിട്ടുന്നുണ്ടായിരുന്നു. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ തന്നെ പറഞ്ഞത് കണ്ടു, ഒറിജിനൽ കണ്ടു. ആ കോഴി ഫാമിന്റെ മതിൽ എടുത്ത് ചാടുന്ന ശരിക്ക് കണ്ടു. അയാൾ ഹെഡ്ലൈറ്റ് കെടുത്താതെ നോക്കി ഇങ്ങനെ നിന്ന്. ഹെഡ്ലൈറ്റ് കെടുത്ത അയാൾക്ക് പേടി, കെടുത്തി അങ്ങോട്ട് വരുമെന്ന് എഴുതിയിട്ട് അയാൾ കെടുത്താതെ നിന്നു. ഒറിജിനൽ കണ്ട സംഭവം തന്നെ കടുവന്നെ ആയിരിക്കാനാണ് സാധ്യത. 2 പ്രാവശ്യം അവിടെ ചോര വെള്ളമുണ്ട്, അവിടെ കടക്കണം കണ്ട ആൾക്കാരുണ്ട്. ഉറപ്പിച്ച് പറയണത് കടുവന്നെ ആയിരിക്കാനാണ് ചാൻസ്. സംഭവസ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഗഫൂറിന്റെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, കടുവ എന്ന് തന്നെയാണ് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം എവിടെയാണുള്ളത്? നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും ആതിര, ഇപ്പോഴും പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും DFOയും സ്ഥലം MLAയും അടക്കമുണ്ട്. എന്നാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് 3 വർഷമായി കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നടത്തിയ ഒരു ആക്രമണം, അല്ലെങ്കിൽ ഇപ്പോൾ ആക്രമണം ചെയ്തിരിക്കുന്നത് കടുവയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് നാട്ടുകാർ നടത്തുന്നത്. എന്തായാലും വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സ്ഥിരീകരണങ്ങളൊക്കെ ലഭിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തെ തുടർന്ന് ഇപ്പോൾ പുതിയ ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ കടുവയാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്ന സാഹചര്യത്തിൽ ഒരു വെറ്റിനറി സംഘം തന്നെ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇങ്ങോട്ട് തിരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു. അരുൺ സക്രിയ എത്തിയതിന് ശേഷം ഇത് എന്താണ്, അല്ലെങ്കിൽ ഇത് ഏത് ജീവിയാണ് എന്നുള്ളതിലേക്കൊക്കെ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കും. ഇപ്പോൾ പ്രദേശവാസികളുടെ നിഗമനങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത്. 2 ടാപ്പിംഗ് തൊഴിലാളികൾക്ക് നേരെയാണ് ഇത്തരത്തിലൊരു കടുവയാക്രമണം, അല്ലെങ്കിൽ പ്രദേശവാസികൾ സൂചിപ്പിക്കുന്ന പോലെ ഒരു കടുവയാക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളി ഓടി രക്ഷപ്പെട്ടു. മറ്റേ ടാപ്പിംഗ് തൊഴിലാളിയെ കയറി ആക്രമിക്കുകയും അതിനുശേഷം വലിച്ചഴിച്ച് കൊണ്ടുപോവുകയുമായിരുന്നു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്ന ഓടി രക്ഷപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളിയെ അടക്കം പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 3 വർഷമായി ഈ ഒരു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 വർഷമായി കൂട് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം കൂടി വലിയ രീതിയിൽ ശക്തമായി ഉന്നയിച്ചിരുന്നു പ്രദേശവാസികൾ എന്നുള്ളതും കൂടിയുണ്ട്. എന്നാൽ അതിനെയൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ആ ഒരു പ്രദേശത്ത് തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് DFOയും ഒപ്പം തന്നെ സ്ഥലം MLA AP അനിൽകുമാറൊക്കെ സ്ഥലത്തുണ്ട്. പ്രതിഷേധം അങ്ങനെ തുടരുകയാണ്. ഒപ്പം അതിന് മറ്റൊരു വിവരം കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ മരിച്ച ടാപ്പിംഗ് തൊഴിലാളിക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുള്ള തരത്തിലും വിവരങ്ങൾ ലഭിച്ചു. അതിൻ്റെ ആദ്യ ഗഡു 5 ലക്ഷം രൂപ ആദ്യ ഗഡു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇത് കടുവയാണോ, അതോടൊപ്പം തന്നെ ഏതു തരം വന്യജീവിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങളിലേക്കൊക്കെ നമുക്ക് വരും മണിക്കൂറിലൊക്കെ കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സംഘം, അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എത്തുന്നുണ്ട്. ഇത്തരത്തിൽ അരുൺ സക്രിയ വന്നതിന് ശേഷം ഈ ഒരു വന്യജീവി എവിടെയാണോ ഉള്ളത് അതിനെ കൃത്യമായി സ്പോട്ട് ചെയ്ത് മയക്കുവെടി വെക്കുന്നതിലേക്കുമൊക്കെ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിന് കാളിദാസൻ, പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? അതുപോലെ തന്നെ മരിച്ച ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും പ്രതിഷേധവുമായി നാട്ടുകാർ അവിടെ ഉള്ളത്. കടുവയെ മയക്കുവെടി വെക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്.
അത് തീർച്ചയായും മയക്കുവെടി വെക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു സ്ഥിരീകരണം അതേതു തരം ജീവിയാണ്, എന്ത് തരം വന്യജീവിയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായൊരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല. പ്രദേശവാസികളുടെ നിഗമനങ്ങളാണ് കടുവ എന്നുള്ളത്. എന്നാൽ കടുവ തന്നെയാണ് എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് പ്രദേശവാസികൾ നേരത്തെ അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചത്. കാരണം ഏറെ നാളായി അവർക്ക് വളർത്തുമൃഗങ്ങളെ പോലും വളർത്താൻ സാധിക്കാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇത്തരത്തിൽ കടുവ ഈ വളർത്തുമൃഗങ്ങളെയും ഒപ്പം തന്നെ ആടുകളെയൊക്കെ കൊണ്ടുപോകുന്ന നിരത്തിലേക്കാണ്. ആ ഒരു പ്രദേശത്ത് തന്നെ ആട് വളർത്തുന്ന അല്ലെങ്കിൽ ആട് വളർത്തലിലൂടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ആട് വളർത്തലിനെയൊക്കെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ ഒരു വന്യജീവിയുടെ പ്രദേശത്തെ സാന്നിധ്യം എന്നുള്ളതും കൂടിയാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിഷേധം കത്തി കയറുകയാണ് എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ആ ഒരു പ്രദേശത്ത് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. DFO അടക്കം MLA അടക്കം തടഞ്ഞിരിക്കുന്നു. ഇവരെ ഒന്ന് സമന്വയത്തിലാക്കാൻ അല്ലെങ്കിൽ തിരിച്ച് ഈ ഒരു പ്രതിഷേധം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളൊക്കെ ഉദ്യോഗസ്ഥരടക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു സംഘർഷാവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. ഈ ഒരു 3 വർഷമായി ഈ ഒരു സാന്നിധ്യം കണ്ടില്ലെന്ന് നടിച്ച അധികൃതർക്കെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എന്നുള്ളതാണ് പ്രദേശവാസികളും സൂചിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു മരിച്ചയാളുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു നടപടികളൊക്കെ മെല്ലെ പുരോഗമിക്കുന്നു. എന്നാൽ പ്രതിഷേധമാണ് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം. ആതിര. ശരി, കാളിദാസൻ. മലപ്പുറം കാളികാവിൽ കാണാതായ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്നത് കടുവയെന്ന് നാട്ടുകാർ. കടുവയെ മയക്കുവെടി വെക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. മരിച്ച ഗഫൂറും സുഹൃത്തും ടാപ്പിംഗ് ചെയ്യുന്നതിടെയാണ് വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത്. കാളികാവ് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവസ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടയുന്നു. ഗഫൂറിന്റെ മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കനത്ത പ്രതിഷേധം തുടരുകയാണ് പ്രദേശത്ത്. ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രി രോഗിക്ക് എലിയുടെ കടിയേറ്റതായി പരാതി. സർജറിക്ക് ശേഷം ആശുപത്രിയിലെ പേ വാർഡിൽ ചികിത്സയിൽ തുടർന്നുള്ള കമ്പിളിക്കണ്ടം സ്വദേശി ഷാജനാണ് എലിയുടെ കടിയേറ്റത്.